കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കട്ടെ. ഇന്ന് ഞാൻ രണ്ടെണ്ണത്തിൻ്റെ പുറത്തിറക്കിയില്ല. കാരണം ഞാൻ എപ്പോൾ ഇതുപോലെ കഴുകുന്ന ആ സമയത്ത് വെള്ളത്തിൽ പോയിട്ട് കളിക്കുക, ആകെ കൂടി വഷളാവുന്ന മെയിൻ പരിപാടിയാണ് ഈ രണ്ടെണ്ണത്തിനുണ്ടാവുക. ഏറ്റവും കൂടുതൽ ശങ്കരിക്കുക കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ പ്രാന്താണ് അവൾക്ക്. വെള്ളമടിച്ച് കഴുകിയെങ്കിലും സിറ്റൗട്ടിലുള്ള പാലിൻ്റെ പാടൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി തുടയ്ക്കുമ്പോൾ പോയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നേരെ ഗുരുവായൂരിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ചട്ടിയിൽ വെള്ളം നിറച്ചു. നമ്മുടെ അവിടെ കാക്കകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ വരാറുണ്ട്. കൊടും ചൂടത്ത് അവർക്ക് ഇതുപോലെ ഒരു തുള്ളി വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ. ഗുരുവായൂരിൽ നമുക്ക് ഈ ഒരു പാത്രം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരാൾക്ക് ഒരു പാത്രം എന്നുള്ള രീതിയിലാണ് കിട്ടിയത്. അതും തീർത്തും സൗജന്യമായിട്ടാണ് കേട്ടോ. നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് ഫ്രണ്ടിൽ വെച്ചു, മറ്റേത് നമ്മൾ ബാക്ക് സൈഡിൽ വെക്കുകയാണ്. കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ വരാറുണ്ട്. ഇനി അഥവാ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് തന്നെ മാറ്റി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സംഭവത്തിൽ നമ്മളെ ഫാന് നന്നാക്കി കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് ഈ കിടത്ത ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഈച്ചശല്യം ചെറുതൊന്നുമല്ല കേട്ടോ. അതും ഇവരെ കൂടിനെ പൊതിഞ്ഞിട്ടാണൊക്കെ ഉണ്ടാവുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തീർത്തും പോകുന്നില്ല കേട്ടോ. അതിന് വലിയ റെമഡീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ ഗൈസ്.